ഹലോ ഗൈസ്, വെൽക്കം ടു ട്രാവൽ വിത്ത് ലൈംസ്റ്റോൺ ചാനൽ. ഇന്ന് ഒക്ടോബർ 18 രായനെല്ലൂർ മലകയറ്റം. നാറാണത്ത് ഭ്രാന്തൻ്റെ മല കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ. ഒരുപാട് മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിട്ട വഴിയായിരുന്നു, വീടുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. പിന്നീട് കാലക്രമേണ വീടുകളൊക്കെ വന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇത്രയും വർഷത്തിന് ശേഷം ഞാനിപ്പോഴാണ് ഈ വഴി പോകുന്നത്, ഈ മല കയറാൻ വേണ്ടി വരുന്നത് തന്നെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കയറാൻ, പക്ഷെ ഒരുപാട് വഴുക്കലുകളുള്ളതുകൊണ്ട് സ്ലിപ്പാവുന്നുള്ളൊരു പേടിയുണ്ടാവും പലർക്കും. പിന്നെ ഈ കയറുന്നവരാരും വലിയ അഡ്വഞ്ചറായിട്ട് കയറുന്ന ആളുകളല്ല. അഡ്വഞ്ചറസ് ആയിട്ടുള്ള മലകൾ കയറിയിട്ടുള്ളവരോ അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസ്റ്റുകളോ ആരുമല്ല. ഇത് നാറാണത്ത് ഭ്രാന്തനെ കാണാൻ വേണ്ടി വരുന്നതാണ്. ഈ വർഷത്തിലൊരിക്കൽ മാത്രം ഈ ഒരു മല കയറുന്നവരാണ്. ഇവിടെയുള്ള ഭഗവതി ക്ഷേത്രത്തിലേക്ക് തൊഴാനും കൂടിയിട്ട് വർഷത്തിലൊരിക്കൽ വേണ്ടി വരുന്നവരാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളിലൂടെ ആയിരിക്കും അവർ കയറുന്നതും ആളുകൾ കയറുന്നത് തന്നെ. ഏകദേശം 500 അടി ഉയരമുണ്ട് ഈ മലയ്ക്ക്. വിക്രമാദിത്യൻ്റെ സദസ്സിലെ ജ്യോതിഷ പണ്ഡിതനായ വരരുചിയുടെ മകനായ നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിഷ്ഠ കൂടിയുള്ള ഒരു ക്ഷേത്രമുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് ദേവി നാറാണത്ത് ഭ്രാന്തന് ദുർഗാദേവി ദർശനം നൽകിയതെന്നുള്ളതാണ് ഇവിടുത്തെ ഐതിഹ്യം. ആ ദിവസവും ഇന്നായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആ ദേവി ദർശനത്തിനും അതുപോലെ നാറാണത്ത് ഭ്രാന്തനെ ദർശനം ചെയ്യാനും വേണ്ടിയിട്ട് ഈ മല കയറിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. മറ്റു പുറകിലോടുള്ള വഴിയിലൂടെ സ്റ്റെപ്പ് കയറി ഈ ദേവി ദർശനം നടത്തുന്നതിന്, ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ മല കയറി ദർശനം നടത്തുന്നതും നാറാണത്ത് ഭ്രാന്തനെ കാണാനും വരുന്നതും ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. ആര് നിങ്ങളോ?